23 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ ഹീറോ ഒരു 37കാരിയുമായിട്ട് പ്രണയത്തിലാകും. പക്ഷേ ഇവൻ ആരാണെന്നുള്ള കാര്യമൊന്നും അവൾക്ക് അറിയില്ലായിരുന്നോ? പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2005 ഇറങ്ങിയ പ്രൈം എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം വെൽക്കം ടു മൂവി ഹൺഡ്രഡ് മലയാളം. നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം. മൂവി ആരംഭിക്കുമ്പോൾ 37 വയസ്സായ ഹീറോയിൻ ഡോക്ടറിൻ്റെ അടുത്ത് അവൾ ഡിവോഴ്സായ കാര്യങ്ങളെപ്പറ്റി പറയും. ഇത് കേട്ട ഡോക്ടറോ കഴിഞ്ഞതെല്ലാം മറക്ക്, ഇനി പുതിയൊരു ലൈഫ് തുടങ്ങാനൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ എൻകറേജ് ചെയ്യും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ പടത്തിലെ ഹീറോയെ കാണിക്കും. അവന് ഫ്രണ്ടും കാറിലൊരു പ്ലേസിലേക്ക് വന്നിറങ്ങും. എന്നിട്ടോ ഫ്രണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ മുഖത്ത് കേക്ക് തേച്ച് വെക്കും. എന്നിട്ട് ഉമ്മായി രണ്ടും അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടും. നേരെ ഒരു തിയേറ്ററിലേക്ക് വരും. അവിടെ തന്നെ ഹീറോയിനും അവളുടെ ഫ്രണ്ടും പടത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിനെ നമ്മുടെ ഹീറോയ്ക്ക് അറിയായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കും. ആ ടൈമിൽ തന്നെ ഹീറോയിനും തമ്മിൽ മീറ്റ് ചെയ്യും. അപ്പം തന്നെ നമ്മുടെ ഹീറോയ്ക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഹീറോ എങ്ങനെയൊക്കെയോ ടെലിഫോൺ ടവറിൽ നിന്ന് തപ്പി കണ്ടുപിടിച്ച് നമ്മുടെ ഹീറോയിൻ്റെ നമ്പർ എടുക്കും. എന്നിട്ട് അവളെ വിളിച്ചിട്ട് നാളെ വൈകിട്ട് ഒരു ഡിന്നറിന് പോയാലോ എന്നും ചോദിക്കും. ഇതിന് ഹീറോയിനും ഓക്കെ പറയും. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിനെ പിക്കപ്പ് ചെയ്തൊരു ഹോട്ടലിലേക്ക് കൊണ്ടുവരും. പിന്നീട് സൂപ്പർ മാർക്കറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ മുഴുവൻ കറങ്ങും. ആ ടൈമിൽ ഹീറോയിൻ പറയും, എനിക്ക് 37 വയസ്സായി, നിനക്ക് എത്ര വയസ്സായെന്ന്. ഇത് കേട്ടാൽ നമ്മുടെ ഹീറോ 23 എന്ന് പറയും. നമ്മുടെ ഹീറോയിനോ ഷോക്കായിട്ട് ചോദിക്കും, 23? അപ്പം നീ ഇത് കുട്ടിയായിരുന്നോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹീറോ പറയും, ഏജ് ഒന്നും ഒരു വിഷയമേ അല്ലെന്ന്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ അവൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോയ കാര്യമെല്ലാം ഹീറോയിൻ ഡോക്ടറിനോട് പറയും. ഇത് കേട്ട ഡോക്ടറോ പിന്നെന്തു വേണം, എല്ലാം എൻജോയ് ചെയ്യാൻ പറയും. ഹീറോയിൻ പറയും, എനിക്ക് 37 വയസ്സായി, അവന് വെറും 27 വയസ്സേ ഉള്ളൂ, ഇതാണ് ആകെയുള്ളൊരു പ്രശ്നമെന്ന്. ഇത് കേട്ട ഡോക്ടർ പറയും, ഇതൊന്നും ഇപ്പോൾ ഒരു മാറ്റമല്ലെന്ന്. അങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോഴാണ് ഹീറോയിൻ ഒരു ചെറിയ ഹാപ്പി ആകുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ അവൻ്റെ വീട്ടിലേക്ക് പോകും. അതായത് അവൻ ഇത്ര നാളെ താമസിച്ചത് അവൻ്റെ ഗ്രാൻഡ്മയുടെ കൂടായിരുന്നു. അവിടെ നിന്ന് അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകും. അങ്ങനെ അവൻ വീട്ടിൽ ചെന്ന് അമ്മയെ വിളിക്കും. ആ ടൈമിലാണ് നമ്മൾ അറിയുന്നത് ഇവൻ്റെ അമ്മ ഡോക്ടറായിരുന്നുള്ള കാര്യം. അങ്ങനെ അവർ രാത്രി ഡിന്നറെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഹീറോ അവൻ്റെ ലവ് സ്റ്റോറി എല്ലാം അമ്മയുടെ അടുത്ത് പറയും. അതായത് ഹീറോയിനുമായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം. ഇത് കേട്ടിട്ട് അവൻ്റെ അമ്മ ചോദിക്കും ആ പെണ്ണിന് എത്ര വയസ്സുണ്ടെന്ന്. ഹീറോ ഒരു 10 വയസ്സ് കുറച്ച് പറയും, അതായത് 27. ഇത് കേട്ട അമ്മയോ, നിന്നേക്കാൾ 4 വയസ്സ് മൂത്തതോ? സെയിം ഏജ് ആണെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ട് ഇതൊന്നും ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് പോകും. ഇവൻ 4 വയസ്സ് കൂട്ടി പറഞ്ഞപ്പോഴേ ഈ അവസ്ഥ. അപ്പോൾ 10 വയസ്സ് കൂട്ടി പറഞ്ഞിരുന്നെങ്കിലോ? പിന്നീട് ഹീറോയിനും തമ്മിൽ ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ പരിപാടിയും നടക്കും. പിറ്റേ ദിവസം ഹീറോയുമായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടറിൻ്റെ അടുത്ത് പറയും. അതിന് നീ എന്തിനാ ഇത്ര ടെൻഷനാകുന്നതെന്ന് ഡോക്ടർ ഹീറോയിനോട് ചോദിക്കും. പിന്നെ അല്ലാതെ 23 വയസ്സുള്ളൊരു പയ്യനെ ഞാൻ എങ്ങനെ ലവ് ചെയ്യുമെന്ന് ഹീറോയിൻ പറഞ്ഞ ഉടനെ 23 വയസ്സോ 27 എന്നല്ലേ നീ പറഞ്ഞതെന്ന് ഡോക്ടർ ചോദിക്കും. ഹീറോയിൻ പറയും, അല്ലല്ല, അവന് വെറും 23 വയസ്സേ ഉള്ളൂ, ഞാൻ ചിലപ്പോൾ റോങ് ആയിട്ട് പറഞ്ഞതായിരിക്കാമെന്ന്. അപ്പോഴാണ് ഡോക്ടർ അവൻ്റെ അഡ്രസ്സ് ചോദിക്കുന്നത്. ഹീറോയുടെ അഡ്രസ്സ് കൊടുക്കും. അപ്പോഴാണ് നമ്മുടെ ഡോക്ടറിന് പിടി കിട്ടുന്നത് തൻ്റെ മകൻ്റെ കാര്യമായിരുന്നു ഇത്രയും കാലം ഹീറോയിൻ പറഞ്ഞതെന്നുള്ളത്. അങ്ങനെ ഹീറോയിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടർ ഫ്രണ്ടിനോട് പറയും. ഇത് കേട്ട ഫ്രണ്ടോ, നീ അവളുടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേ, അവർ പെട്ടെന്ന് തന്നെ അടിയുണ്ടാക്കി ബ്രേക്കപ്പ് ആയിക്കൊള്ളുമെന്നും പറയും. ഡോക്ടർ പറയും അവർ സെയിം ഏജ് ആയിരുന്നെങ്കിലും കുഴപ്പമില്ല, ഇതിപ്പോൾ കണ്ടില്ലേ 10 വയസ്സ് ഡിഫറൻറ്റ് ഉണ്ടെന്നൊക്കെ. പിന്നീട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് കുറേ പെയിൻറ്റിങ് ഉള്ളൊരു പ്ലേസിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഹീറോയിന് ഇഷ്ടപ്പെട്ട ഒരു പെയിൻറ്റിങ്ങും കാണിക്കും. അങ്ങനെ അവർ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പരിപാടിയിലേക്ക് കടക്കും. അങ്ങനെ പിന്നീട് ഇവർ തോന്നുമ്പോഴൊക്കെ കാര്യങ്ങൾ നടത്തുമായിരുന്നു. എന്നിട്ടോ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നുപോലും വിടാതെ ഹീറോയിൻ ചെന്ന് ഡോക്ടറിനോടും പറയും. അതുമാത്രമല്ല നമ്മുടെ ഹീറോയുടെ പീനസിന് എത്ര വലിപ്പമുണ്ടെന്ന് വരെ നമ്മുടെ ഹീറോയിൻ പറയും. അങ്ങനെ ഇതെല്ലാം കേട്ട് നമ്മുടെ ഡോക്ടർ ടെൻഷൻ അടിച്ച് അവിടെ ഇരുന്ന വെള്ളം എടുത്ത് കുടിക്കും. ആ ടൈമിൽ അവനുമായുള്ള റിലേഷൻ എനിക്ക് നിർത്താമോ എന്ന് ഹീറോയിൻ ചോദിക്കും. ഇതിന് മാത്രം എൻ്റെ കയ്യിൽ ആൻസർ ഇല്ലെന്ന് നമ്മുടെ ഡോക്ടറും പറയും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോയിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറും. ആ ടൈമിൽ നിൻ്റെ അമ്മയൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് ഹീറോയിൻ ചോദിക്കും. എൻ്റെ അമ്മ നിന്നെ മീറ്റ് ചെയ്യില്ല, കാരണം നമ്മൾ സെയിം ഏജ് അല്ലാത്തതുകൊണ്ട് അമ്മ നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് ഹീറോ പറയും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോ അവൻ്റെ ഓഫീസിലേക്ക് പോകും. അവൻ അവിടെ ഒരു മോഡലിനെ കാണും. പിന്നീട് അവരിങ്ങനെ മിണ്ടി പറഞ്ഞൊക്കെ നിൽക്കും. ആ ടൈമിൽ ഇത് കണ്ട ഹീറോയിനോ നമ്മുടെ ഹീറോയോട് പറയും, ഇനി നീ അവളുമായിട്ട് മിണ്ടല്ലെന്ന്. അന്ന് രാത്രി രണ്ടുപേരും പബ്ബിലേക്ക് പോയി പാർട്ടിയൊക്കെ നടത്തും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഹീറോയോട് പറയും, ഇന്ന് നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ഹീറോ അവളെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകും, അതായത് അവൻ്റെ ഗ്രാൻഡ്മയൊക്കെയുള്ള വീട്ടിലേക്ക്.
അവിടെ ചെല്ലുമ്പോഴാണ് ഹീറോയിന് പിടികിട്ടുന്നത് ഇവൻ ഇത്രയും കാലം ഗ്രാൻഡ്മയുടെ കൂടായിരുന്നു താമസിച്ചതെന്ന്. പിന്നീട് ഹീറോയിൻ അവൻ ഹോബിക്കായി വരച്ച പടങ്ങളെല്ലാം നോക്കും. ഇത് കണ്ടിട്ട് അവൾ അത്ഭുതപ്പെടുകയും ചെയ്യും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ അവൻ്റെ അമ്മയുടെ വീട്ടിൽ നിൽക്കുന്നതായി കാണിക്കും. ആ ടൈമിലോ ഹീറോയിൻ്റെ സെക്ഷന് ടൈം ആയതുകൊണ്ട് അവൾ ഡോക്ടറിനെ കാണാനായി വരും. അവൾ അങ്ങോട്ടേക്ക് വന്ന് കതക് തട്ടുമ്പോൾ ഡോക്ടർ കതക് തുറക്കും. അവൾ അകത്തേക്ക് പോകുമ്പോഴോ ആ ടൈമിൽ തന്നെ ഹീറോ അവൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്കും ഇറങ്ങും. ഭാഗ്യത്തിന് അവർ തമ്മിൽ അന്ന് കണ്ടില്ല. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീക്കെൻഡിൽ രണ്ടുപേരും ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്ന് ഇവർ തമ്മിൽ പരിപാടിയും നടത്തും. പിന്നീട് ഹീറോ അങ്ങോട്ടേക്ക് മാറുന്ന ടൈമിൽ ഹീറോയിൻ്റെ ഫ്രണ്ട് അവളോട് പറയും, നീ ഈ ചെയ്യുന്നത് തെറ്റാ, ഇങ്ങനെ പ്രായം കുറഞ്ഞൊരു പയ്യനെ ലൈൻ അടിക്കാൻ പാടില്ലെന്ന്. ഇത് കേട്ട അവൾ പറയും, എനിക്ക് അവനെ ഇഷ്ടമാണ്, അവൻ എന്നെയും, പിന്നെ ഇതൊന്നും ഒരു മാട്രേ അല്ലെന്ന്. അങ്ങനെ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞ് ഹീറോ അവൻ്റെ ജോലി ഉപേക്ഷിക്കും. എന്നിട്ട് ഹീറോയിൻ്റെ കൂടെ തന്നെ താമസിക്കും. പക്ഷേ ഇവൻ ജോലിക്ക് പോകാത്തത് ഹീറോയിൻ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പതിവ് പോലെ ഹീറോയിൻ നടന്നതെല്ലാം ഡോക്ടറിൻ്റെ അടുത്ത് പറയും, ഓപ്പണായി പറയും. ഇതെല്ലാം കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത നമ്മുടെ ഡോക്ടറോ, നീ ലൈൻ അടിക്കുന്നത് എൻ്റെ പയ്യനെയാണെന്ന് പറയും. അതോടൊപ്പം തന്നെ നീ അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും വിട്ടേക്കാനും പറയും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ നല്ല ഷോക്കാകും. നിങ്ങൾ തന്നെയല്ലേ ആദ്യം അവനെ ലൈൻ അടിക്കാൻ പറഞ്ഞേ, പിന്നിപ്പം വേണ്ടെന്ന് പറയുന്നതോ? ഡോക്ടർ പറയും, അന്ന് ഞാനൊരു ഡോക്ടറായിട്ടാണ് പറഞ്ഞത്, ഇന്ന് ഞാനൊരു അമ്മയായിട്ടാണ് പറയുന്നതെന്ന്. അന്ന് രാത്രി ഹീറോയിൻ നടന്നതെല്ലാം ഹീറോയോട് പറയും. ഇത് കേട്ട ഹീറോയോ അവൻ്റെ അമ്മയെ വിളിച്ച് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കും. അവൻ്റെ അമ്മ പറയും, ഞാൻ നിൻ്റെ അടുത്ത് ഒരു അമ്മയായിട്ടാണ് പറഞ്ഞത്, അവളടുത്ത് ഞാനൊരു ഡോക്ടറായിട്ടുമാണെന്ന്. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോ അവൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരും. ആ ടൈമിൽ തന്നെ ഹീറോയിനും അങ്ങോട്ടേക്ക് വരും. ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ ഹീറോ അവൻ്റെ ഫ്രണ്ടിനെ ഒരു അലമാരയിൽ ഒളിപ്പിക്കും. ഹീറോയിൻ അങ്ങോട്ട് വന്നിട്ട് ഇവനുമായി സംസാരിക്കുമ്പോൾ ഇവൻ എന്തൊക്കെ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഹീറോയിന് പിടികിട്ടും. ആ ടൈമിൽ തന്നെയോ നമ്മുടെ ഫ്രണ്ടും അങ്ങോട്ടേക്ക് വരും. ഇത് കണ്ട ഉടനെ തന്നെ ഹീറോയിനോ, നീ ഇവന്മാരെയൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരുന്നതെന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും മടിയാകും. അതോടൊപ്പം തന്നെ 23 വയസ്സുള്ള ഒരു പയ്യനെ ലൈൻ അടിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് ഹീറോയിൻ്റെ മനസ്സിലൊരു ദുഃഖം തോന്നും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും സംസാരിച്ച് കുറച്ച് നാളത്തേക്ക് തനിയെ പോകാമെന്ന് വിചാരിക്കും, അതായത് ബ്രേക്കപ്പ് ആകാമെന്ന്. ആ ഒരു ടൈമിൽ തന്നെ ഹീറോ അവൻ്റെ പെയിൻറ്റിങ് നല്ലൊരു പ്രൈസിൽ, അതായത് വലിയൊരു പ്രൈസിൽ തന്നെ വിൽക്കും. ആ ടൈമിലോ ഹീറോയിൻ വേറൊരുത്തനുമായി റിലേഷനിലാകാനും തുടങ്ങും. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോ പബ്ബിലേക്ക് പോകുമ്പോൾ അവൻ്റെ കൂടെ ജോലി ചെയ്തൊരു പെണ്ണിനെ കാണും, അതായത് മോഡലായിട്ടുള്ളൊരു പെണ്ണ്. അവൾക്കാണെങ്കിലോ നമ്മുടെ ഹീറോയുടെ മേലെ ഓൾറെഡി ഒരു കണ്ണുണ്ടായിരുന്നു. പിന്നീട് പറയണ്ടല്ലോ, അവർ തമ്മിൽ അവിടെ വെച്ച് കുറേ മിണ്ടിയും പറഞ്ഞു എല്ലാം കഴിയുമ്പം രാത്രിയിൽ അവർ തമ്മിൽ പരിപാടിയും കഴിയും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോ ഒരു സൂപ്പർ മാർക്കറ്റ് വെച്ച് നമ്മുടെ ഹീറോയിനെ കാണും. പിന്നീട് പറയണ്ടല്ലോ, അവർ കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞ് എല്ലാം സമാധാനമായി കഴിഞ്ഞ് കാര്യങ്ങളിലേക്ക് കടക്കും. ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ എങ്ങനെയൊക്കെയോ പറഞ്ഞ് അവൻ്റെ അമ്മയെ മനസ്സിലാക്കിപ്പിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോ ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് വരും. ഇവൻ്റെ അമ്മയാണെങ്കിലോ അവളെ കണ്ട ഉടനെ തന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. ഒരുപക്ഷെ അമ്മ മാറിക്കാണുമോ, അത് നമുക്ക് പോകും തോറും നോക്കാം. പിന്നീട് അവൾ എല്ലാവരെയും പരിചയപ്പെട്ട ശേഷം എല്ലാവരുമായി ഡിന്നർ കഴിക്കാനും തുടങ്ങും. പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് മോഡൽ ഹീറോയുമായിട്ട് പരിപാടി ചെയ്ത കാര്യം ഹീറോയിൻ അറിയും. മോഡലിൻ്റെ ഫ്രണ്ട് അവളോട് പറഞ്ഞെന്ന് തോന്നുന്നു. ഇതറിഞ്ഞ ഹീറോയിൻ ചെന്ന് ഹീറോയുമായിട്ട് അടിയുണ്ടാകും. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ബ്രേക്കപ്പ് ആകും. പിന്നീട് ഹീറോ ചെന്ന് നടന്നതെല്ലാം അവൻ്റെ അമ്മയുടെ അടുത്ത് പറയും. അവൻ്റെ അമ്മയോ, ഇത് നിൻ്റെ ലൈഫാ, അതുകൊണ്ട് തീരുമാനമെല്ലാം എടുക്കേണ്ടത് നീയാണെന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി തന്നെ ഹീറോ അവളെ കാണാനായിട്ട് ചെല്ലും. അവളോ ഹീറോയെ കണ്ടുടനെ തന്നെ ഓടി ലിഫ്റ്റിലേക്ക് കയറാൻ നോക്കും. പക്ഷെ നമ്മുടെ ഹീറോ അതിന് മുമ്പേ ചെല്ലും. എന്നിട്ട് പറയും, അതന്ന് എങ്ങനെ നടന്നെന്ന് എനിക്കറിയില്ല, ഞാൻ പോലും അറിയാതെ നടന്നതാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയൊക്കെയോ ഹീറോയിൻ കൂളാകും. പിന്നെ പറയണ്ടല്ലോ, എന്നും നടക്കുന്ന പോലൊക്കെ തന്നെ നടക്കും. ആ ടൈമിൽ ഹീറോ അവളോട് പറയും, നമുക്കൊരു കുട്ടി വേണമെന്ന്. ഇത് കേട്ട ഹീറോയിൻ പറയും, നമുക്കിപ്പോൾ കുട്ടിയൊന്നും വേണ്ട, കുട്ടി ഉണ്ടായാൽ ഫ്യൂച്ചറിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടാകും, നമുക്ക് ഇത്രയും ഏജ് ഡിഫറൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നാളെ ആ കുട്ടി വലുതാകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരുമെന്ന് അവൾ പറയും. ആ ടൈമിലാണ് ഹീറോയും ഇതിനെപ്പറ്റിയൊക്കെ തിങ്ക് ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചു നേരം മ്യൂച്വലി സംസാരിച്ചതിന് ശേഷം വീണ്ടും ബ്രേക്കപ്പ് ആകും. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഹീറോയും ഫ്രണ്ടും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച ശേഷം രണ്ടുപേരും റോഡിൽ കൂടെ നടന്നു പോകും. ആ ടൈമിലാണ് ഹീറോ അവൻ്റെ തൊപ്പി ആ ഹോട്ടലിൽ മറന്നു വെച്ച കാര്യം ഓർക്കുന്നത്. ഇവനതെടുക്കാനായി തിരിച്ച് ആ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴോ ദേ നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്നു. പക്ഷെ അവൾ മാത്രമല്ലായിരുന്നു, അവളുടെ കൂടെ ഒരു ഫാമിലിയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ കല്യാണം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇത് നമ്മുടെ ഹീറോ കണ്ട ഉടനെ തന്നെ അവിടെ നിന്ന് തൊപ്പിയും വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് അങ്ങനെ വരുമ്പോഴാണ് ഇവൻ ഹീറോയിനുമായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുന്നത്. ഇതെല്ലാം ഓർത്തുകൊണ്ട് അവൻ തിരിഞ്ഞ ഹോട്ടലിൻ്റെ ഗ്ലാസ്സിലേക്ക് നോക്കുമ്പോഴോ ഹീറോയിനും അകത്തു നിന്ന് നോക്കും.
അങ്ങനെ ഇവർ രണ്ടുപേരും ചിരിക്കുമ്പം ഈ മൂവിയും അവിടെ തീരും.